ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലാസ് 12 ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോബ്ലം ഇതാണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 101 012 004 ദെൻ ഷോ ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് 3a ഈക്വൽ ടു 27 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ. ഓക്കെ, അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അതായത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ? ഡിറ്റർമിനൻറ്റ് ഓഫ് 3a എന്ന് പറയുന്നതും 27 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡും കണ്ടുപിടിക്കണം, റൈറ്റ് സൈഡും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് എടുത്ത് എഴുതാം. എ ഈക്വൽ ടു 101 012 004. അപ്പോൾ നമ്മൾ എനെ ഒന്ന് എടുത്തെഴുതി. അപ്പോൾ ആദ്യം നമുക്കിനി ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കാം. ലെഫ്റ്റ് സൈഡ് എന്താണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് 3a ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മെട്രിക്സിൽ ചെയ്തതുപോലെ തന്നെ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ കൂടെ ഒരു സ്കെയിലർ, ഇപ്പം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന് 2a, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഫൈൻ 2a എന്ന് പറഞ്ഞാൽ ആ എ എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെൻറ്റിൻ്റെയും കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ആ 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അപ്പോൾ 3യുടെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? 3a കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് അതിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 3a കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ എയിലുള്ള എല്ലാ എലമെൻറ്റുകളെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 3a is equal to 1 into 3 3, 0 into 3 0, 1 into 3 3, ഇവിടെ 0, 1 into 3 3, 3 into 2 6, 0 0, 4 into 3 12. അപ്പോൾ നമ്മൾ 3a കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇനി എന്താ, നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കിതിലുള്ള ഏത് റോയോ അല്ലെങ്കിൽ ഏതൊരു കോളമോ ഉപയോഗിച്ച് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത് റോ അല്ലെങ്കിൽ കോളം ചൂസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ 0 ഉള്ള റോയും കോളവും, അല്ല റോ അല്ലെങ്കിൽ കോളം, ഏറ്റവും കൂടുതൽ 0 അടങ്ങിയിട്ടുള്ള റോ അല്ലെങ്കിൽ കോളം ചൂസ് ചെയ്യുമ്പോൾ നമുക്കവിടെ ചെയ്യുന്ന കണക്ക് കുറഞ്ഞു കിട്ടും. ഇപ്പം ഞാൻ ഫസ്റ്റ് റോ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിലെല്ലാ എലമെൻറ്റുകളെ കൊണ്ട് നമ്മൾ എന്താ, അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എടുത്തു, അതുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തു, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചു. സെക്കൻഡ് എലമെൻറ്റ് എടുത്തു, റോയും കോളവും ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ള 4 എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ബാക്കിയുള്ള 4 എലമെൻറ്റുകളുടെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൊസീജിയറൊക്കെ സെയിം ആണ്, പക്ഷേ എന്താണ്, നമ്മൾ 0 കൂടുതൽ എടുക്കുമ്പോഴേക്കും, ഇപ്പം നമ്മൾ 3 ഇൻറ്റു എന്ന് പറഞ്ഞല്ലേ എടുക്കുന്നത്, അപ്പോൾ 0 ഇൻറ്റു എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ആ ടേം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ക്യാൻസലായി പോവുകയാണ്, 0 ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 0 കൂടുതലുള്ള എന്താ റോ അല്ലെങ്കിൽ കോളം എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 0 0 എന്ന് പറയുന്നതല്ലേ ഫസ്റ്റ് കോളം. അപ്പോൾ ഞാനിവിടെ ഈ 3യുടെ ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് കോളം ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് കോളം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് 3a ഈക്വൽ ടു, അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് കോളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? 3 ഇൻറ്റു 3 ഉള്ള റോയും കോളവും ഞാൻ ക്യാൻസൽ ചെയ്തു, റോ കോളം ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ള 4 എലമെൻറ്റുകൾ ഞാൻ എഴുതുവാണ്. ഡിറ്റർമിനൻറ്റ് 3 6 0 12. അപ്പോൾ ആദ്യം മൈനസ് പ്ലസ് ആണ് എടുത്തത്, അടുത്ത എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അടുത്ത ഫസ്റ്റ് കോളത്തിലെ രണ്ടാമത്തെ എലമെൻറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു 0 ഉള്ള റോയും കോളവും ഞാൻ ക്യാൻസൽ ചെയ്തു, ഇത് റോ 0 ഉള്ള ഇത് കോളം, ബാക്കിയുള്ള 4 എലമെൻറ്റുകളെ ഞാൻ ഡിറ്റർമിനൻറ്റിൽ എഴുതുവാണ്. 0 3 0 12. ഓക്കെ, അപ്പം പ്ലസ് മൈനസ് അടുത്ത പ്ലസ്. ഫസ്റ്റ് കോളത്തിലെ ലാസ്റ്റ് എലമെൻറ്റും 0 തന്നെ. അപ്പോൾ 0 ഇൻറ്റു 0 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്ത ബാക്കി 4 എലമെൻറ്റുകൾ ഇതല്ലേ, അപ്പോൾ അത് ഞാൻ ഡിറ്റർമിനൻറ്റിൽ എഴുതുവാണ്. 0 3 3 6. അപ്പോൾ ഞാൻ ഇത്ര എഴുതി. ഇനി എനിക്കിതിനെ ഒന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 3 ഇൻറ്റു ഇത് നമ്മൾ എന്തായാലും ചെയ്യണം, മൈനസ് 0 ഇൻറ്റു എന്ന് പറഞ്ഞത് ഈ ഡിറ്റർമിനൻറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? 0 ഇൻറ്റു ഇത് ചെയ്യുമ്പം ഇത് മൊത്തത്തിൽ എന്തായി? 0 ആയി. അതുപോലെ തന്നെ ഇതും കംപ്ലീറ്റ് എന്തായി മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി? ഇത് ഈ ഒരു സാധനം മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി. 3 ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 12 ഇൻറ്റു 3 ഇസ് 36 മൈനസ് 0 ഇൻറ്റു 6 ഇസ് 0. അപ്പോൾ എന്ത് വന്നു? 3 ഇൻറ്റു 36 എന്ന് വന്നില്ലേ? 3 ഇൻറ്റു 36 വിച്ച് ഇസ് ഈക്വൽ ടു 108. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻറ്റ് ഓഫ് 3a കണ്ടുപിടിച്ചു. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താ? റൈറ്റ് ഹാൻഡ് സൈഡാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു നമുക്ക് തന്നത്? 27 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് അല്ലേ, 27 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് a ആയിരുന്നു നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് a കണ്ടുപിടിക്കണം, എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ വേണം നമ്മൾ 27 മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ a ഡിറ്റർമിനൻറ്റ് a ഞാൻ ഒന്നും കൂടെ എടുത്ത് എഴുതുവാണ്. എന്തായിരുന്നു നമുക്ക് തന്നിട്ടുള്ള a 101
0 1 2 0 0 4. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന എ. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3a കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് കോളത്തിൽ 0യുടെ എണ്ണം കൂടുതലല്ലേ, അപ്പം ഇത് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കുമല്ലോ കൂടുതൽ എളുപ്പം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്ത് വരും, ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് 1. അപ്പോൾ 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 1 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കി 4 എലമെൻറ്റ് 1 2 0 4 മൈനസ് 0 ഇൻറ്റു 0 അടുത്ത എലമെൻറ്റ് ഫസ്റ്റ് കോളത്തിൽ അടുത്ത എലമെൻറ്റ് ഞാൻ എടുക്കുവാണ്. 0 ഇൻറ്റു 0 ഉള്ള റോയും കോളവും ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള 4 എലമെൻറ്റ്സ് 0 1 0 4. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് കോളത്തിലെ ലാസ്റ്റ് എലമെൻറ്റ്, അപ്പോൾ പ്ലസ് ആയി മൈനസ് ആയി, അടുത്തത് പ്ലസ് 0 ഇൻറ്റു ഈ 0 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കി 4 എലമെൻറ്റുകൾ എടുത്തെഴുതുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് 0 1 1 2. അപ്പോൾ നമ്മൾ അത്രയും എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇവിടെയും 0 ഇൻറ്റു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താവും, ക്യാൻസൽ ആകും, 0 ആയി പോകും. ഇവിടെയും 0 ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി, ഇത് മാത്രം നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് എക്സ്പാൻഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 4 4 മൈനസ് 0 ഇൻറ്റു 2 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 4 എന്ത് വരും, 4 തന്നെ നമുക്ക് വന്നു. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്, 4 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് വരും, 27 ഇൻറ്റു 4 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 108 എന്ന് തന്നെ നമുക്ക് കിട്ടൂലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ഡിറ്റർമിനൻ്റ് ഓഫ് 3a എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എനോട് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ. അപ്പോൾ 3x3 മെട്രിക്സിൽ ഇങ്ങനത്തെയും പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ രീതിയിലുള്ള ഷോ ദാറ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ള മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്